ഗുജറാത്തിന്റെ പടിഞ്ഞാറേക്കോണിലുള്ള ഓഖയിലെ ബോട്ട് റിപ്പയറിംഗ് യാർഡിൽ ഒന്ന് ചുറ്റിക്കറങ്ങുകയാണ് ഞാൻ. നൂറുകണക്കിന് ബോട്ടുകൾ. ബോട്ടിന്റെ ചുവട്ടിലിരുന്ന് തട്ടിയും മുട്ടിയും അതിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുകയാണ് ഇവിടെ കുറച്ചുപേർ. ദ്രവിച്ച പലകകൾ മാറ്റുന്നതും പലകകൾക്കിടയിലെ ചോർച്ചകൾ അടയ്ക്കുന്നതുമൊക്കെയാണ് പണികൾ. ഈ സീസണിൽ ബോട്ട് യാർഡിലെ കാഴ്ച ഇതാണ്. ബോട്ടുകളെല്ലാം അറ്റകുറ്റപ്പണികൾക്കായി കരയ്ക്ക് കയറ്റിവെച്ചിരിക്കുന്നു. മൺസൂൺ കഴിയുന്നതോടെ വർദ്ധിതമായ ആവേശത്തോടെ മത്സ്യബന്ധനത്തിനായി കടലിലേക്ക് പോകേണ്ട ബോട്ടുകൾ തന്നെയാണ് ഇതെല്ലാം. ഈ ബോട്ടുകൾക്കിടയിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ഗുജറാത്തിന്റെ ഈ ഒരു മേഖലയിൽ നിന്നു മാത്രമായി കടലിൽ പോകുന്ന ബോട്ടുകളാണിത്. 17,000-ലേറെ ബോട്ടുകൾ മത്സ്യബന്ധനത്തിനായി ഗുജറാത്തിന്റെ തീരത്തുനിന്നും കടലിൽ പോകുന്നുണ്ടെന്നാണ് കണക്ക്. സൗരാഷ്ട്ര മേഖലയിലെ വലിയൊരു വിഭാഗം ആളുകൾ മത്സ്യബന്ധനം ഉപജീവന മാർഗമാക്കിയവരാണ്. മുക്കുവരുടെ വിവിധ സഹകരണ സംഘങ്ങളും ഗുജറാത്ത് ഫിഷറീസ് സെൻട്രൽ കോഓപ്പറേറ്റീവ് അസോസിയേഷനുമെല്ലാം മത്സ്യബന്ധന മേഖലയ്ക്ക് കരുത്തു പകരുന്നവയാണ്. പലയിടത്തും തൊഴിലാളി സഹകരണ സംഘങ്ങൾ സ്വന്തമായി ബോട്ട് വാങ്ങി കടലിൽ പോകുന്നു. മത്സ്യ കയറ്റുമതി രംഗത്തും ഗുജറാത്ത് വലിയ മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ബോട്ട് റിപ്പയറിംഗ് യാർഡുകളിലൊന്നാണ് ഇത്. നൂറുകണക്കിന് വിദഗ്ധ തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. യാർഡിൽ നിന്നും ഭവാനി സിംഗിന്റെ കാറിൽ യാത്ര തുടരുകയാണ്. കൊടിത്തോരണങ്ങളുമായി നിരന്നു കിടക്കുന്ന ബോട്ടുകൾ. വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടാവുമ്പോൾ ഇവിടെ ജലനിരപ്പിന് 3 മീറ്ററിന്റെ വരെ വ്യത്യാസം വരും. അതുകൊണ്ട് തന്നെ വേലിയേറ്റ സമയത്ത് ഇവിടേക്ക് ഓടിച്ചു കയറ്റുന്ന ബോട്ടുകൾ വേലിയിറക്കത്തിൽ മണലിൽ ഉറച്ചിരിക്കുന്നു. ഈ യാർഡിന്റെ ഏറ്റവും വലിയ സാധ്യതയും അതുതന്നെയാണ്. ഇതേ പ്രതിഭാസമുള്ളതാണ് ഗുജറാത്തിൽ ലോകത്തെ ഏറ്റവും വലിയ ഷിപ്പ് ബ്രേക്കിംഗ് യാർഡ് വരാനുള്ള കാരണവും. ഗുജറാത്തിന്റെ മറ്റൊരു ഭാഗത്തുള്ള അലങ് എന്ന ആ കപ്പൽ പൊളിക്കൽ കേന്ദ്രം മുൻപൊരിക്കൽ ഞാൻ സന്ദർശിച്ചിരുന്നു. വേലിയേറ്റ സമയത്ത് കപ്പലും അലങ്ങിന്റെ തീരത്തേക്ക് ഓടിച്ചു കയറ്റാം. പാതയോരത്ത് കിലോമീറ്ററുകളോളം ബോട്ടുകൾ തന്നെയാണ് കാഴ്ച. എണ്ണിയാൽ തീരാത്തത്ര ബോട്ടുകൾ. ബോട്ടുകൾ കിടക്കുന്നതിനപ്പുറം കച്ച് ഉൾക്കടലാണ്. ഉൾക്കടലിന് ആഴം കുറവാണ്. വേലിയിറക്ക സമയത്ത് ഇതുപോലെ ചെളി നിറഞ്ഞ പ്രദേശമായി തീരമേഖല മാറുന്നു. ഇതൊക്കെ വേലിയേറ്റ സമയത്ത് ഓടിച്ചു കൊണ്ടുവന്നിട്ട ബോട്ടുകളാണ്. ഈ യാത്രയിൽ വലതുവശത്ത് അറബിക്കടലും ഇടതുഭാഗത്ത് കച്ച് ഉൾക്കടലുമാണ്. യാത്രക്കിടയിൽ തകർന്നു കിടക്കുന്ന ചില പുരാനിർമ്മിതികളും കാണാം. ഇപ്പോൾ വീണ്ടും മീഠാപൂർ ഏരിയയിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്ത്യയുടെ ഉപ്പുനഗരം. ടാറ്റ കെമിക്കൽസ് ഇവിടെ നിർമ്മിക്കുന്ന ഉപ്പും കുക്കിംഗ് സോഡയുമെല്ലാം ഇന്ത്യയുടെ എല്ലാ ഭാഗത്തേക്കും എത്തുന്നുണ്ട്. ടാറ്റയുടെ പ്രമുഖമായ അയോഡൈസ്ഡ് ഉപ്പ് കേരളത്തിൽ വരെ എത്തുന്നത് മീഠാപൂരിലെ ഫാക്ടറിയിൽ നിന്നുമാണ്. വെളിമ്പറമ്പുകളിൽ നിരവധി ചെറുകുടിലുകൾ. മുക്കുവരുടെ കുടിലുകളാണത്. വ്യാവസായികമായ ഉയർച്ച ഉള്ളപ്പോഴും ദാരിദ്ര്യ കാഴ്ചകളുള്ള പട്ടണം കൂടിയാണ് മീഠാപൂർ. ഈ പട്ടണത്തിന്റെ സജീവതയ്ക്ക് കാരണം ടാറ്റ കെമിക്കൽസ് ആണെന്ന് നിസ്സംശയം പറയാം. 10,000 മീഠാപൂരിലെ ജനസംഖ്യ. ഇവിടുത്തെ ടാറ്റ കെമിക്കൽസ് പ്ലാന്റുകളിൽ ജോലി ചെയ്യുന്നവരുടെ എണ്ണമാകട്ടെ 4,750. ഈ പട്ടണത്തിൽ ടാറ്റയുടെ സ്വാധീനം എത്രയുണ്ടെന്ന് ഈ കണക്കിൽ നിന്നു തന്നെ വ്യക്തം. നൂറുകണക്കിന് ലോറികളാണ് ഓരോ ദിവസവും ഉപ്പ് കയറ്റി പോകുന്നതിനായി മീഠാപൂരിലെത്തുന്നത്. ലോറി ബുക്കിംഗ് ഓഫീസുകൾ, ലോഡ്ജുകൾ, ഡ്രൈവർമാർക്കും തൊഴിലാളികൾക്കും വേണ്ടിയുള്ള ഭക്ഷണശാലകൾ എന്നിവയെല്ലാമായി തിരക്കുള്ള ഒരു വ്യവസായ നഗരം തന്നെയാണ് ഇന്ന് മീഠാപൂർ. ഇതാണ് ടാറ്റ കെമിക്കൽസിന്റെ ഓഫീസ് കോംപ്ലക്സ്. വീണ്ടും കാറ്റാടിപ്പാടങ്ങളുടെ കാഴ്ചയിലേക്ക് എത്തുകയായി. 20 നില കെട്ടിടത്തിന്റെ ഉയരമുള്ള തൂണുകളിൽ കൂറ്റൻ ലീഫുകളുമായി വിൻഡ് മില്ലുകൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അറബിക്കടലിൽ നിന്നടിക്കുന്ന കാറ്റുകൊണ്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന അത്ഭുതമാണ് ഇവിടെ നടക്കുന്നത്. അങ്ങനെ പോകവേ കുറെ ഒട്ടകങ്ങൾ മുന്നിലേക്കെത്തുകയായി.
ആടിനെയും എരുമയെയും പോലെ ഒട്ടകക്കൃഷിയും നടക്കുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. ഇത്തരത്തിൽ ഒട്ടകപ്പറ്റങ്ങളെയും മേയിച്ചു നടക്കുന്ന ആളുകളെ ഗുജറാത്തിലൂടെയുള്ള യാത്രയിൽ പലയിടത്തും കാണാം. പ്രധാനമായും പാലിനു വേണ്ടിയാണ് ഗുജറാത്തിൽ ഒട്ടകത്തെ വളർത്തുന്നത്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം കർഷകർ പോറ്റുന്ന 38,233 ഒട്ടകങ്ങൾ ഗുജറാത്തിലുണ്ട്. പരമ്പരാഗതമായി ഒട്ടകക്കൃഷി ഗുജറാത്തിലുണ്ട്. ഒട്ടകങ്ങളിലെ ലക്ഷണമൊത്തവയായി പരിഗണിക്കപ്പെടുന്ന കച്ചി ഇനം കച്ച് മേഖലയിൽ നിന്നുള്ളവയാണ്. ഇന്ത്യൻ സൈന്യത്തിലും പല സംസ്ഥാനങ്ങളുടെയും പോലീസ് സേനയിലും കൂടുതലുള്ളത് കച്ചി ഇനം ഒട്ടകങ്ങളാണ്. ഇന്ത്യയിലെ രണ്ടാമത്തെ ഒട്ടകപ്പാൽ സംസ്കരണശാല ഗുജറാത്തിലെ കച്ചിലാണ്. ഇതിനായി കച്ച് ജില്ലാ ക്ഷീരോത്പാദക സഹകരണ സംഘം സമർപ്പിച്ച അപേക്ഷ പരിഗണിച്ച് ഗുജറാത്ത് സർക്കാർ സർഹന്ദ് ഡയറിയിൽ ഒട്ടകപ്പാൽ സംസ്കരണശാല അനുവദിക്കുകയായിരുന്നു. ഒട്ടകം വളർത്തൽക്കാരുടെ ഒരു സംഘടനയും ഇപ്പോൾ ഗുജറാത്തിലുണ്ട്. ഒട്ടകങ്ങൾ മേയുന്ന വെളിമ്പറമ്പുകൾ പിന്നിടുമ്പോൾ ഉഴുതൊരുക്കിയിട്ടിരിക്കുന്ന പാടങ്ങളാണ് കാഴ്ച. പുറത്ത് 43 ഡിഗ്രി സെൽഷ്യസ് ആണ് ചൂട്. നേരം 11 മണിയായിട്ടേയുള്ളൂ. ഭോഗാത്ത് എന്ന സ്ഥലത്തുകൂടിയാണ് ഇപ്പോൾ യാത്ര. ചെറിയൊരു ഗ്രാമമാണ് ഭോഗാത്ത്, ഒരു കാർഷിക ഗ്രാമം. ഗ്രാമത്തിലൂടെ അങ്ങനെ കടന്നു പോകുമ്പോൾ വഴിയരികിൽ പഞ്ഞിക്കെട്ടുകൾ പോലെ ആട്ടിൻപറ്റം നീങ്ങുന്നത് കാണാം. എവിടെയാണെങ്കിലും എനിക്ക് ആടുകളുടെ കാഴ്ച കൗതുകമുള്ള കാര്യമാണ്. ഈ പഞ്ഞിക്കെട്ടുകൾ ക്യാമറയുടെ ഫ്രെയിമിലേക്ക് കയറി വരുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയുണ്ട്. മുഷിഞ്ഞ വെള്ളയുടുപ്പും ചുവന്ന തലക്കെട്ടും കയ്യിലൊരു വടിയുമായി നടക്കുന്ന ഈ ഇടയന്മാരുടെ കാഴ്ചയും ഒരു പ്രത്യേക ഫീൽ നൽകുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം ക്യാമറയിൽ പകർത്തുന്നത്. പശു എരുമ വളർത്തലിനെന്ന പോലെ ഗുജറാത്തിൽ ആട് വളർത്തലിനും ഗവൺമെന്റിൽ നിന്നും വലിയ പ്രോത്സാഹനം ലഭിക്കുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ പല മേഖലകളും പരമ്പരാഗതമായി ആട് വളർത്തി ജീവിക്കുന്നവരുടേതാണെന്നതും അതിനൊരു കാരണമാണ്. ഗുജറാത്തിന്റെ രാഷ്ട്രീയത്തിൽ വരെ ഇടയ സമുദായങ്ങൾക്ക് വലിയ സ്വാധീനമുണ്ട്. ഗവൺമെന്റിന്റെ കണക്കുകൾ പ്രകാരം ഗുജറാത്തിൽ 22 ലക്ഷം ആടുകളുണ്ട്. ആട്ടിൻപാലും ചെമ്മരിയാടിന്റെ രോമവും ശേഖരിക്കുന്നതിന് ധാരാളം സഹകരണ സംഘങ്ങൾ ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യക്കാരിൽ കാൽപ്പനിക ചിന്തയുണർത്തുന്ന ആട്ടിൻപറ്റവും ഇടയരും. അവരെ പിന്നിലാക്കി ഭവാനി സിംഗ് കാർ വിടുകയാണ്. തികച്ചും നിരുപദ്രവകാരിയാണ് ഭവാനി. ഗുജറാത്തിനോട് ചേർന്ന രാജസ്ഥാന്റെ അതിർത്തി ഗ്രാമത്തിലാണ് ഭവാനിയുടെ വീട്. ഏതാനും വർഷങ്ങളായി അഹമ്മദാബാദിലാണ് താമസം. അന്തരീക്ഷം ചുട്ടുപഴുത്തുകിടക്കുന്നു. ഗുജറാത്തിന്റെ ഭൂമി ഒരു മഴയ്ക്ക് വേണ്ടി കൊതിക്കുന്ന ദിവസങ്ങളിലാണ് ഞാൻ ഇതുവഴി സഞ്ചരിക്കുന്നത്. ഗാന്ധ്വി എന്ന ഒരു ഗ്രാമത്തിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. വഴിയരികിൽ ഏതാനും കുടിലുകൾ കാണാം. ചെറിയ പുൽക്കുടിലുകളാണ്. ഗ്രാമത്തിൽ ഒന്നിറങ്ങാമെന്ന് തീരുമാനിച്ച് കാർ പുറകോട്ടെടുക്കാൻ ഞാൻ ഭവാനിയോട് പറഞ്ഞു. അയാൾ വണ്ടി പിന്നിലേക്കെടുത്ത് നിർത്തി. അവിടേക്ക് ചെന്നാൽ എന്തു സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. ഭാഷ വലിയ നിശ്ചയമില്ല. ഗുജറാത്തി ഭാഷ കേട്ടാൽ നമുക്കൊന്നും മനസ്സിലാവുകയുമില്ല. ഗ്രാമീണ ഗുജറാത്തിന്റെ ചിത്രമാണിത്. ഏതായാലും അവിടേക്ക് ചെല്ലാമെന്ന് ഞാൻ തീരുമാനിച്ചു. 4-5 കുടിലുകളുണ്ട്. അത് പല കുടുംബങ്ങളുടേതാണോ ഒരു കുടുംബത്തിൻ്റേത് തന്നെയാണോ എന്നൊന്നും മനസ്സിലാവുന്നില്ല. വീട്ടിലുണ്ടായിരുന്ന സ്ത്രീ എന്നെ കണ്ട് മറ്റൊരു സ്ത്രീയെയും ഏതാനും കുട്ടികളെയുമൊക്കെ കൂട്ടിക്കൊണ്ടുവന്നു. ഇതാണ് ഇവിടുത്തെ കാരണവത്തി. രാംഭായ് എന്നാണ് പേര്. ഇവരുടെ മക്കളും മരുമക്കളുമൊക്കെയാണ് കുടിലുകളിലെ താമസക്കാർ. ഓരോ മക്കളും കുടുംബമായി ഓരോ കുടിലുകളിൽ ജീവിക്കുന്നു. രാംഭായിയുടെ ഭർത്താവ് ജീവിച്ചിരിപ്പില്ല. ഒരു മകന്റെ കുടുംബം വസിക്കുന്ന കുടിൽ ഇതാണ്. ഇവിടെ ഒരു തൊട്ടിലും ഒരു കുട്ടിയും ഒരു സ്ത്രീയുമാണുള്ളത്. സ്ത്രീ ബദിരിയും മൂകയുമാണ്. എന്നെ കണ്ടത് കുട്ടി വലിയ വായിൽ നിലവിളി തുടങ്ങി. ദേവി പൂജക് എന്ന സമുദായത്തിൽപ്പെട്ടവരാണ് ഇവർ. ഗുജറാത്തിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് പട്ടികയിൽ വരുന്ന ഒരു ദുർബല സമുദായമാണ് ദേവി പൂജക്. കാട്ടുപുല്ലു വെട്ടി ചൂലുണ്ടാക്കി വിൽക്കുകയെല്ലാമാണ് ഇവരുടെ തൊഴിൽ. മുഖ്യധാരയിലേക്ക് ഇനിയും എത്തിയിട്ടില്ലാത്ത ഒരു സമൂഹം.
കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും നാവിനടിയിൽ എന്തോ ലഹരി പദാർത്ഥം വെക്കുന്നുണ്ട്. രാംഭായിയുടെ പല്ലുകൾ അതിന്റെ കറപറ്റി കറുത്തുപോയിരിക്കുന്നു. നേരത്തെ നിലവിളി തുടങ്ങിയ പെൺകുട്ടി ഇനിയും അടങ്ങിയിട്ടില്ല. മറ്റു കുടിലുകൾ കൂടി കണ്ടാൽ കൊള്ളാമെന്ന് ആംഗ്യത്തിലൂടെയും മറ്റും പറഞ്ഞൊപ്പിച്ചപ്പോൾ രാംഭായ് എന്നെയും നയിച്ച് മുൻപേ നടപ്പു തുടങ്ങി. എന്തെല്ലാമോ ആവലാതികൾ പറഞ്ഞുകൊണ്ടാണ് നടത്തം. ഇവർ കരുതിയത് ഞാൻ ഏതോ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും വന്നിരിക്കുന്നയാളാണെന്നാണ്. വീഡിയോ എടുത്തുപോയാൽ ഗവൺമെന്റിൽ നിന്ന് എന്തെങ്കിലും സാമ്പത്തിക സഹായം ലഭിക്കുമെന്ന് കരുതിയാവാം എന്റെ മുന്നിൽ ഇല്ലായ്മകളുടെ കെട്ടഴിക്കുന്നത്. സഫാരി TV ചാനലിൽ ഹിസ്റ്റോറി എന്ന പരിപാടിയിലൂടെ സംപ്രേഷണം ചെയ്ത ജീവചരിത്ര പരമ്പരയുടെ പുസ്തകരൂപം 10 മഹാന്മാരുടെ ജീവചരിത്രം ഇതാ ലളിത ഭാഷയിൽ സമഗ്രമായി. അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും മഹാനായ പ്രസിഡന്റ് എബ്രഹാം ലിങ്കൺ, തളരാത്ത മനോവീര്യത്തിന്റെയും അടങ്ങാത്ത സ്വാതന്ത്ര്യദാഹത്തിന്റെയും പ്രതീകമായ നെൽസൺ മണ്ടേല, ഒരിക്കലും മനുഷ്യന് കീഴടക്കാനാവില്ലെന്ന് കരുതിയ എവറസ്റ്റിനു മുകളിൽ പദമൂന്നിയ എഡ്മണ്ട് ഹിലാരി, യുവത്വത്തിന്റെ പ്രസരിപ്പുമായി എത്തി അമേരിക്കയുടെ ഏറ്റവും ജനകീയനായ പ്രസിഡന്റായി മാറിയ ജോൺ എഫ് കെന്നഡി, പോപ്പ് സംഗീതത്തിലെ എക്കാലത്തെയും രാജകുമാരൻ മൈക്കിൾ ജാക്സൺ, മിക്കി മൗസ്, ഡൊണാൾഡ് ഡക്ക്, ഗൂഫി തുടങ്ങിയ കഥാപാത്രങ്ങളിലൂടെ കുട്ടികളെയും മുതിർന്നവരെയും രസിപ്പിച്ച വാൾട്ട് ഡിസ്നി, ഐഫോണിന്റെയും ഐപോഡിന്റെയും ഐപാഡിന്റെയും പിന്നിലെ ജീനിയസായ നവയുഗ ശില്പി സ്റ്റീവ് ജോബ്സ്, കടുത്ത യാതനകളും അപമാനവും തരണം ചെയ്ത് ലോകത്തിന്റെ നെറുകയിലേക്ക് കുതിച്ചുയർന്ന ബോക്സിംഗ് ഇതിഹാസം മുഹമ്മദ് അലി, ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ ആയുധമെടുത്തു പോരാടി ഇന്ത്യയുടെ ആവേശമായി മാറിയ സുഭാഷ് ചന്ദ്രബോസ്, ലോകത്ത് ഏറ്റവും അധികം ആരാധകരുള്ള ഫുട്ബോൾ പ്രതിഭ ഡീഗോ മറഡോണ. 10 പുസ്തകങ്ങൾ. ഈ 10 അമൂല്യ ഗ്രന്ഥങ്ങളുടെ സെറ്റിന് ഇപ്പോൾ വില 2000 രൂപ. പോസ്റ്റേജ് പുറമെ. ഉടൻ സ്വന്തമാക്കാൻ 9995 444 222 എന്ന നമ്പറിലേക്ക് HB എന്ന് SMS ചെയ്യുക. HB എന്നീ 2 അക്ഷരങ്ങൾ മാത്രം. ഈ ഗ്രന്ഥസമാഹാരം ഒരുമിച്ച് വാങ്ങുമ്പോൾ സഞ്ചാരം ദൃശ്യയാത്രാ വിവരണ പരമ്പരയുടെ 20 വർഷത്തെ ചരിത്രം വിവരിക്കുന്ന ഒരു DVD സെറ്റ് സൗജന്യം. ഓൺലൈനായി പർച്ചേസ് ചെയ്യാനും പുസ്തകങ്ങളെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾക്കും സന്ദർശിക്കുക www.safaritvchannel.com. ഇതാണ് ഇവിടുത്തെ പ്രധാന വീട്. രാംഭായ് വസിക്കുന്നതും ഇവിടെ തന്നെ. ഞാൻ അതിന്റെ അകത്തേക്കൊന്ന് നോക്കി. പ്രധാന വീട്ടിലെ ജംഗമ വസ്തുക്കൾ എന്താണെന്നറിയണമല്ലോ. ഇത്രയൊക്കെയുള്ളൂ. മഴ പെയ്താൽ നിശ്ചയമായും ചോരുന്ന ഒരു മേൽക്കൂര. ഒരു സൈക്കിളാണ് ഈ ഗ്രാമത്തിലെ തന്നെ ഏറ്റവും വിലപിടിച്ച സാധനം. അയയിൽ കുറേ തുണികൾ. രാംഭായ് പരിദേവനം നിർത്തുന്നില്ല. മഴക്കാലം വരുമ്പോൾ എങ്ങനെ ഇതിനകത്ത് ജീവിക്കും എന്നാണ് വിലാപം. ഇവരുടെ പരമ്പരാഗത രീതിയിലുള്ള കുടിൽ നിർമ്മിതിയാണിത്. ഒരു കുടുംബം വസിക്കുന്ന വീടാണ് ഇതെന്നോർക്കണം. ഇന്ത്യയുടെ ഗ്രാമങ്ങൾ ഇങ്ങനെയുമാണ്. ഇവർക്ക് ആവലാതികളേയുള്ളൂ. ഞാനത് സർക്കാരിൽ അറിയിക്കുമെന്ന് കരുതിയാവാം ഇടതടവില്ലാതെ എന്നോട് എന്തെല്ലാമോ പറയുന്നുണ്ട്. എനിക്ക് എന്തു ചെയ്യാൻ കഴിയും? ഒരു ഭാഗത്ത് ഭിത്തിയിൽ കുറച്ച് ഫോട്ടോകൾ വളരെ ഭദ്രമായി വെച്ചിരിക്കുന്നു. രാംഭായുടെ മക്കളും പേരക്കിടാങ്ങളും മരിച്ചുപോയ ഭർത്താവുമൊക്കെയാവാം. രാംഭായ് എന്തെല്ലാമോ പറഞ്ഞു. ഒരു കുടുംബം പുലർത്താൻ പാടുപെടുന്ന ഗ്രാമീണ സ്ത്രീയുടെ സങ്കടങ്ങൾ. മക്കൾ, അവരുടെ മക്കൾ. സ്വന്തമായി ഭൂമിയില്ല. പൊതുസ്ഥലത്ത് കുടിൽ കുത്തിയാണ് താമസം. ഇന്ത്യയിലെ പഴക്കം ചെന്ന ഗോത്ര സമുദായങ്ങളിൽ ഒന്നാണ് ദേവി പൂജക്. രാജസ്ഥാനിലും ഗുജറാത്തിന്റെ മറ്റു ചില ഭാഗങ്ങളിലും പാകിസ്ഥാനിലെ സിന്ധിലുമുള്ള ബാഗ്രി എന്ന ഗോത്രത്തിന്റെ ഉപവിഭാഗമാണിത്. മറ്റൊരു വീടും രാംഭായ് എന്നെ കാണിച്ചു. മറ്റു കുടിലുകളിൽ നിന്ന് വ്യത്യാസമൊന്നുമില്ല. പുല്ലിനടിയിൽ പ്ലാസ്റ്റിക് ഇട്ട് മേഞ്ഞിട്ടുണ്ട് എന്ന് മാത്രം. ഏതാനും കോഴികൾ, കുറച്ച് പഴം തുണികൾ, ഇതൊക്കെയാണ് ഞാൻ ആ വീട്ടിനുള്ളിൽ കണ്ടത്. ഭക്ഷണത്തിനു പോലുമുള്ള സാധനങ്ങളൊന്നും ഒരു കുടിലും കണ്ടതുമില്ല.
ഉണങ്ങി വരണ്ട ഭൂമി. കൃഷികൾക്ക് പോലും സാധ്യതയില്ലാത്ത സ്ഥലമാണിതെന്ന് വ്യക്തം. ആകപ്പാടെയുള്ള തണൽ ഈ മുൾച്ചെടികളാണ്. അതിനു ചുവട്ടിൽ ഒരു കുടുംബം. അവർ എന്നെ യാത്രയാക്കാൻ വന്നതാണ്. കുറച്ച് പണം രാംഭായുടെ കയ്യിൽ വെച്ചുകൊടുത്ത് ഞാൻ വാഹനത്തിനരികിലേക്ക് നടക്കുകയാണ്. ഇത്തരത്തിലുള്ള ആയിരക്കണക്കിന് ഗ്രാമങ്ങളാണ് ഇന്ത്യയിലുള്ളത്. ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ. ആധുനികതയുടെ സുഖസൗകര്യങ്ങൾ എന്താണെന്നറിയാതെ അവർ ജീവിക്കുന്നു. വീണ്ടും യാത്ര തുടരുകയാണ്. മുൾച്ചെടികൾ വളരുന്ന കൃഷിയോഗ്യമല്ലാത്ത പറമ്പുകളാണ് കാഴ്ചയിൽ കൂടുതലും. മിയാണി എന്ന സ്ഥലത്തേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടെ കടൽ കായലിന് സമാനമായി ഉള്ളിലേക്ക് കയറിക്കിടക്കുന്ന ഒരു ഭാഗമുണ്ട്. അതിന് കുറുകെയുള്ള പാലത്തിലൂടെയാണ് യാത്ര. അറബിക്കടലിൽ നിന്ന് ഉപ്പുജലം കയറി വലിയ തടാകവും ചതുപ്പുകളും രൂപപ്പെട്ടിരിക്കുന്നു. മിയാണി പ്രസിദ്ധമായ സ്ഥലമാണ്. ഹർസിദ്ധി മാതാ പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രമാണ് ആ ഗ്രാമത്തിന് പ്രശസ്തി നേടിക്കൊടുത്തത്. ജലാശയത്തെ പകുത്തുകൊണ്ടാണ് ഹൈവേ കടന്നുപോകുന്നത്. ദ്വാരകയിൽ നിന്നും പോർബന്ദറിലേക്കുള്ള യാത്രയിലെ ഒരു പ്രധാന സ്ഥലമാണ് മിയാണി. ആ ഗ്രാമത്തിൽ നിന്നും 38 കിലോമീറ്റർ കൂടി യാത്ര ചെയ്താൽ പോർബന്ദറിലെത്താം. കൃഷിയോഗ്യമല്ലാത്ത മുൾപടർപ്പുകൾ മാത്രം വളരുന്ന പ്രദേശമാണ് ഇവിടമൊക്കെ. ഹൈവേയാണ് ഈ പ്രദേശത്തെ ഒന്ന് സജീവമാക്കുന്നതെന്നും തോന്നും. ജനവാസം തീരെ കുറഞ്ഞ പ്രദേശങ്ങളാണ് ഇതെല്ലാം. ഇത്തരം ഗ്രാമങ്ങളിലാണ് ഗുജറാത്തിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഗോത്രവിഭാഗങ്ങളിൽ അധികവും വസിക്കുന്നത്. മിയാണി പട്ടണമാണ് ഇത്. ഇവിടെ ഇങ്ങനെ ചില ക്ഷേത്രങ്ങളൊക്കെയുണ്ട്. ചെറിയൊരു പട്ടണം. വലിയ കെട്ടിടങ്ങൾ ഒന്നുമില്ല. 29 ഗോത്രവിഭാഗങ്ങളുണ്ട് ഗുജറാത്തിൽ. അവയിൽ പലതും നാടോടികളായ ഇടയവർഗങ്ങളുമാണ്. ഗുജറാത്തിലെ ഗോത്രജീവിതത്തെ രണ്ടായി വിഭജിക്കാവുന്നതാണ്. പൊതുസമൂഹത്തിൽ നിന്നും അകന്ന് തങ്ങളുടെ ഗ്രാമങ്ങളിൽ മാത്രം ഒതുങ്ങിക്കഴിയാൻ ആഗ്രഹിക്കുന്ന ആദിവാസികളാണ് ഒരു കൂട്ടർ. ചതുപ്പുകളിലും കുന്നിൻ പ്രദേശങ്ങളിലും വനങ്ങളിലുമൊക്കെയാണ് അവരുടെ വാസം. നാഗരികതയോട് ഇഴുകിച്ചേർന്ന് പൊതുസമൂഹത്തോട് ചേർന്നു ജീവിക്കുന്ന ഗോത്രങ്ങളാണ് രണ്ടാമത്തെ വിഭാഗം. ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിൽ വരെ നിസ്തുല സംഭാവന നൽകിയ ഗോത്രങ്ങൾ ഗുജറാത്തിലുണ്ട്. നിലക്കടല കൃഷി ചെയ്യുന്ന ഇടങ്ങളാണ് ഇക്കാണുന്നത്. വേനൽക്കാലത്ത് ഇവിടെ പ്രധാനമായും നടക്കുന്നത് കടലക്കൃഷിയാണ്. തുവരക്കൃഷിയാണ് വേനൽക്കാലത്ത് കർഷകരുടെ മറ്റൊരു വരുമാന മാർഗം. കൃഷിയിടങ്ങൾക്ക് നടുവിൽ ഇങ്ങനെ ചില വീടുകൾ കാണാം. ഇടത്തരം സമ്പന്ന ഗേഹങ്ങളാണ്. അങ്ങനെയുള്ള ഒരു വീടിന് സമീപം ഞങ്ങൾ വണ്ടി നിർത്തി. വീടിനു മുന്നിൽ ഒരു സ്ത്രീയുണ്ട്. ഇവിടുത്തെ കാരണവത്തി
സുന്ദരമായ ഒരു ദേവീശില്പം, താഴെ ഒരു ഉപദേവതാ ശില്പവും ഒരു ചിത്രവുമൊക്കെയുണ്ട്. പെൺകുട്ടി തന്നെ വാതിൽ പൂട്ടി. വീടിനോട് ചേർന്ന് പുറകിൽ കാണുന്ന കൃഷിയിടമെല്ലാം ഈ വീട്ടുകാരുടേത് തന്നെയാണ്. ഇതാണ് ഒരു ഇടത്തരം ഗുജറാത്തി കാർഷിക കുടുംബത്തിന്റെ കാഴ്ച. മരത്തണലുകളിൽ എരുമകൾ വിശ്രമിക്കുന്നു. കുറെ എരുമകളുണ്ട്. വീട്ടിലെ കുട്ടികളും സ്ത്രീകളും പടിവാതിലോളം വന്ന് എന്നെ യാത്രയാക്കി. അവിടെ നിന്നും യാത്ര തുടരുകയാണ്. പുറത്ത് കത്തുന്ന വെയിൽ. വയലുകളും ഉണങ്ങി വരണ്ട് കിടക്കുകയാണ്. പലതും വർഷങ്ങളായി തരിശു കിടക്കുകയാണെന്ന് തോന്നും. എന്തൊക്കെയാണെങ്കിലും ഗുജറാത്തിന്റെ പാതകളുടെ നിലവാരം ശ്രദ്ധേയം തന്നെയാണ്. നല്ല നിരന്ന അത്യുഗ്രൻ റോഡുകൾ. വഴിയരികിൽ ഇതാ ഒരു കാഴ്ച. കൂറ്റൻ ട്രെയിലറിൽ വലിയ ഫാനുകളുടെ ലീഫ് കൊണ്ടുപോവുകയാണ്. ഒരു ലീഫിന്റെ വലിപ്പം കാണുക. ചൂട്ടിലൂടെ പോകുന്ന ബൈക്കുകളുടെ വലിപ്പവുമായി ആ ലീഫിന്റെ വലിപ്പത്തെ ഒന്ന് താരതമ്യം ചെയ്തു നോക്കുക. കാറ്റാടി യന്ത്രങ്ങളിൽ കാണുന്ന 3 ലീഫുകളിൽ ഒന്നാണിത്. ലീഫുകൾ കൊണ്ടുപോകാൻ ട്രെയിലറിൽ പ്രത്യേക സംവിധാനം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു. അകലെ നിന്ന് കാണുമ്പോൾ വിൻമില്ലിന്റെ പങ്കകൾ ഇത്രയും ചെറുതാണ്. ആ കറങ്ങുന്ന ഓരോ ലീഫും ഇപ്പോൾ ട്രെയിലറിൽ കണ്ട അതേ വലിപ്പമുള്ളതാണെന്ന് ഓർക്കണം. അപ്പോൾ അതിനെ ഉറപ്പിച്ചിരിക്കുന്ന തൂണിന്റെ ഉയരവും ബലവും എത്രയായിരിക്കുമെന്നുകൂടി ചിന്തിക്കുക. അത്തരം വിൻമില്ലുകൾ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഗുജറാത്തിന് വലിയ മുതൽക്കൂട്ടാവുന്നു. കാറ്റാടിപ്പാടങ്ങൾ കടന്ന് ചുട്ടുപൊള്ളുന്ന വെയിലിലൂടെ പോർബന്ദർ ലക്ഷ്യമാക്കി സഞ്ചാരം തുടരുകയാണ്.